നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അർജുൻ ആയങ്കിക്ക് വേണ്ടി ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതിനാണ് അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 16,000 രൂപ കിട്ടിയെന്ന് അജയ് ആയങ്കി മൊഴി നൽകി. നിയമ നടപടികൾക്കായി പണം ഒരു സുഹൃത്തിന് കൈമാറിയെന്നാണ് അജയ് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അജയ് ആയങ്കി ജാമ്യത്തിലെടുക്കാൻ എത്തിയ ഗുണ്ടാ നേതാവിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. അജയ് ആയങ്കി ജാമ്യത്തിലെടുക്കാനായി നടക്കാവ് സ്റ്റേഷനിലാണ് കൊട്ടേഷൻ സംഘാംഗം എത്തിയത്. ഗുണ്ടയായ ഇയാൾക്കെതിരെയുള്ള കേസുകൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഇതേ തുടർന്ന് സഹോദരൻ അഖിൽ ആയങ്കിയാണ് അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാൻ നടക്കാവ് റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയത്. മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് അഖിൽ ആയങ്കി മാധ്യമങ്ങളോട് കയർത്തു. മാധ്യമങ്ങളാണ് അജയ്യെ പെടുത്തിയതെന്നും നടക്കാവ് സ്റ്റേഷനിലെത്തിയ അഖിൽ പ്രതികരിച്ചു. അതേസമയം പിടിയിലായ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അർജുൻ ആയങ്കിയെ തലശ്ശേരി ജയിലിലേക്ക് മാറ്റി. അർജുൻ ആയങ്കിക്ക് ജാമ്യം കിട്ടാൻ തിടുക്കമില്ലെന്നും മറ്റ് കേസുകൾ കൂടി ജാമ്യം കിട്ടിയതിനു ശേഷം തുടർ നീക്കം ഉണ്ടാകുമെന്നും ആയങ്കിയുടെ അഭിഭാഷകൻ കെ ഹസൻ പറഞ്ഞു. നാളെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ തീരുമാനിച്ചിരുന്നതാണ്. നിലവിൽ റിമാൻഡിലായ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല. ജാമ്യാപേക്ഷ സമർപ്പിക്കാതിരുന്നത് അഭിഭാഷകൻ എന്ന നിലയിലുള്ള തീരുമാനമാണെന്നും നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതായിരുന്നു അർജുൻ ആയങ്കി. വാറന്റ് ഇല്ലാതെ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്യാനാവില്ലെന്ന നിലപാടായിരുന്നു അഭിഭാഷക ദമ്പതികൾ സ്വീകരിച്ചത്. ഇതിനിടയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടി. ക്രൗഡ് ഫണ്ടിംഗ് കേസിലാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു QR കോഡ് പങ്കുവെച്ചുകൊണ്ട് തനിക്ക് കേസ് നടത്താൻ പണമില്ല, പണം നൽകി സഹായിക്കണം, താൻ സ്വർണ്ണക്കടത്തിലൂടെ ഒരുപാട് നേടി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, തനിക്ക് കേസ് നടത്താനുള്ള പൈസ പോലും ഇല്ല എന്നൊരു പ്രതികരണവുമായി അർജുൻ ആയങ്കി അത്തരത്തിലൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവെച്ചത്. എന്തായാലും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 16,000 രൂപയാണ് കിട്ടിയത്. അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരിഹസിക്കുന്നവരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ നേട്ടമെന്ന് അർജുൻ ആയങ്കിക്കെതിരെ പരാതി നൽകിയ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കണ്ണൂർ പോലീസ് ആയങ്കിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. കണ്ണൂരിൽ നിന്ന് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 2:30യോടെയാണ് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. അർജുൻ ആയങ്കി ഓടിച്ചിട്ട് പിടികൂടിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്ന് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി വ്യക്തമാക്കി. അർജുൻ ആയങ്കിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി. മാർട്ടിന്റെ പരാതിയിൽ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അർജുൻ ആയങ്കിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പിന്നാലെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ മെയ് മാസം സംഘടിത കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയ അർജുൻ ആയങ്കി മറ്റ് 6 പേരെയും കോതമംഗല SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പിന്നാലെ 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് കോതമംഗലം SHOയ്ക്കെതിരെ ഭീഷണി സന്ദേശം മുഴക്കുന്ന കുറിപ്പ് അർജുൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. പെൻഷൻ വാങ്ങി ശിഷ്ടകാലം നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി. ഇതിൽ ഊന്നുകൽ പോലീസും കേസെടുത്തിട്ടുണ്ട്. ഈ കേസിലെ തുടർ നടപടികളും ഉണ്ടാകും. പിന്നാലെ ആഭ്യന്തരമന്ത്രിക്കെതിരെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പോലീസിനെതിരെ തുടരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇതെല്ലാം കേസുകളായി മാറുന്ന സാഹചര്യമുണ്ടായി. അതായത് തുടരെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം അർജുൻ ആയങ്കി പറയാറുണ്ട്. അർജുൻ ആയങ്കി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പങ്കുവച്ച ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ആപ്തവാക്യം അലങ്കരിക്കുന്ന കോടതി മുറിയിലേക്ക് സത്യസന്ധമായി നിയമം നടപ്പിലാക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധികളായ മനുഷ്യരെ പ്രതികാര മനോഭാവത്താൽ കള്ളക്കേസ് ചുമത്തി ഹാജരാക്കുമ്പോൾ അവിടെ കോടതിയെ കബളിപ്പിച്ച് നീതിപീഠത്തെ കരിവാരി തേക്കുന്നത് ആ പോലീസുകാരനാണ്. പ്രാഥമിക അന്വേഷണത്തിൽ പകൽ പോലെ വ്യക്തമായ നിരപരാധിത്വം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു കൂട്ടം കുടുംബങ്ങളെ കണ്ണീർ കുടിപ്പിച്ച് അധികാര ദുർവിനിയോഗം നടത്തി കൊടിയ കുറ്റകൃത്യം ചെയ്തത് ആ പോലീസുകാരനാണ്. 10 പേരെ പാതിരാത്രിക്ക് പിടിച്ചുകൊണ്ടുവന്ന് കേസ് ഹിസ്റ്ററി പരിശോധിച്ച് ഭൂതകാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് 6 പേർക്കെതിരെ കുറ്റം ചുമത്തി ഒരു തരത്തിലും ജാമ്യം നേടി മോചിതരാവാതിരിക്കാൻ പാതിരാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ച് ജയിലിൽ കിടക്കവേ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് ചോദിച്ച കോടതിയെ 4 ദിവസം കാത്തിരിപ്പിച്ച് കുറ്റബോധം
ബോധമില്ലാതെ മനസാക്ഷിക്കുത്തില്ലാതെ പരമാവധി ഞങ്ങളെ ജയിലിൽ കിടത്തി ഉപദ്രവിച്ച, ഞങ്ങളുടെ വാഹനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച, മൊബൈലുകൾ പിടിച്ചെടുത്ത് ഉപജീവനം താറുമാറാക്കിയ, ആകെ മൊത്തം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പോലീസുകാരനാൽ ജീവിതം തലകീഴായി മറിഞ്ഞ ഒരു മനുഷ്യ ജീവിക്ക് അയാളോട് എന്ത് വികാരമാണ് തോന്നുക? അത് തന്നെയാണ് ഞാൻ എഴുതിയതും പറഞ്ഞതും പ്രകടിപ്പിച്ചതും. സത്യം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ തൊഴിൽ ധർമ്മം മറന്നൊരു കൂട്ടം മനുഷ്യരെ തൻ്റെ അധികാരം ഉപയോഗിച്ച് കൊടിയ ക്രൂരതയ്ക്കിരയാക്കിയ അനേകം അമ്മമാരെയും ഭാര്യമാരെയും പ്രയാസത്തിലാക്കി വേദനിപ്പിച്ച, നിയമവിരുദ്ധ കുറ്റം ചെയ്ത പോലീസുകാരൻ ആ സേനയിൽ തുടരാൻ അർഹനല്ല. അത് ഈ നാടിന് തന്നെ ഭീഷണിയാണ്. നിങ്ങൾക്കിത് നിരന്തരം കേൾക്കുമ്പോൾ മടുക്കാം. ബാധിക്കപ്പെട്ട അനുഭവിച്ച നമ്മൾക്കത് അങ്ങനെ മറക്കാനോ പൊറുക്കാനോ സാധിക്കുന്നതല്ല. ഇന്നലെ ഞങ്ങളെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായിരിക്കും. ഇനി ഒരാൾക്കും നമ്മുടെ ഗതി ഉണ്ടാവരുതെന്ന ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ നിയമ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഞാൻ അനുകൂലിക്കുന്ന എൻ്റെ പാർട്ടിയുടെ കാവൽ സർക്കാരിൻ്റെ അവസാന ദിവസമായ 3-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ പാർട്ടിയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് UDF ന്യായം. എങ്കിൽ എൻ്റെ പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത നീതി ഞാൻ എതിർത്തിരുന്ന UDF സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നിരുന്നാലും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപാകെ ഞാൻ ഈ വിഷയത്തിന്മേൽ നിവേദനം നൽകും. ഈ പച്ചയായ പോലീസ് ഗുണ്ടായുസത്തിനെതിരെ അദ്ദേഹം നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ അന്യായത്തിനെതിരെ സാധ്യമായ ഇടങ്ങളിലെല്ലാം പരാതി ബോധിപ്പിച്ച് ഈ കൊടിയ നിയമവിരുദ്ധ അരാജക പ്രവൃത്തിക്കെതിരെ നീതി കിട്ടും വരെ പ്രയത്നിക്കും. ഇത് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലോ വ്യക്തിവിരോധമോ മാത്രമല്ല, കൈക്കൂലി വാങ്ങിയിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏതൊരു സാധാരണക്കാരനും വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതിരിക്കാൻ സത്യം ജയിച്ചേ പറ്റൂ. ദുരിതപർവമാണ് മുന്നിലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട ജീവിത സമരമാണിത്. രാഷ്ട്രീയ ഭേദമന്യേ നീതിബോധമുള്ള സകല മനുഷ്യരും ഐക്യപ്പെടുക എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അന്ന് തൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അർജുന ആയങ്കി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.